മഹാഭാരതം എന്ന ഐതിഹാസികമായ കൃതിയുടെ ഒരു കോർ പോർഷൻ തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധം. അതെ, പാണ്ഡവരും കൗരവരും തമ്മിലുണ്ടായ ആ ഒരു മഹായുദ്ധം. ഹസ്തിനപുരം എന്ന ആര്യവർദ്ധത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സിംഹാസനങ്ങളിൽ ഒന്നായ ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തെ പറ്റിയുള്ള ആ ഒരു തർക്കം യുദ്ധമായി മാറിയ ആ ഒരു കഥയിൽ പാണ്ഡവരുടെയും കൗരവരുടെയും പക്ഷം ചേർന്ന് പോരാടിയ, അല്ലെങ്കിൽ ഇരുവരുടെയും അക്ഷൗഹിണികളിൽ ഉണ്ടായിരുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അത് നിലവിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാം. ആസ് പെർ ദി റെക്കോർഡ്സ്, ഇതും ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന മഹാഭാരതം ഇന്ന് നിലവിൽ കിട്ടാവുന്ന ഏറ്റവും ഒത്തന്റിക് വേർഷൻ എന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള ബോറി ക്രിട്ടിക്കൽ എഡിഷൻ എന്ന മഹാഭാരത ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ മഹാഭാരത യുദ്ധത്തിൽ എത്ര അക്ഷൗഹിണി സൈന്യം മൊത്തത്തിൽ പങ്കുചേർന്നു എന്ന് നോക്കാം. പാണ്ഡവരുടെ സഖ്യം ചേർന്നത് 7 അക്ഷൗഹിണി സൈന്യമാണെങ്കിൽ കൗരവരുടെ പക്ഷം ചേർന്നത് 11 അക്ഷൗഹിണി സൈന്യമായിരുന്നു. അതായത് മൊത്തത്തിൽ മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കുചേർന്ന സൈന്യങ്ങളുടെ എണ്ണം അക്ഷൗഹിണി കണക്കിൽ പറയുമ്പോൾ 18 അക്ഷൗഹിണി സൈന്യമാണ് ഈ ഒരു മഹാഭാരത യുദ്ധത്തിൽ പങ്കുചേർന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു അക്ഷൗഹിണി സൈന്യം എന്ന് നോക്കാം. റീജിയണൽ ടെക്സ്റ്റിൽ അക്ഷൗഹിണികളുടെ കണക്കിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ ഒരു അക്ഷൗഹിണിയെ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത് ഏകദേശം 21,870 രഥങ്ങളും 21,870 ആനകളും 65,610 കുതിരകളും ഏകദേശം 1,09,350 പടയാളികളും ചേരുന്നതാണ് ഒരു അക്ഷൗഹിണി സൈന്യം. സോ ഈ ഒരു കണക്ക് നമുക്ക് കിട്ടിയ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് പാണ്ഡവരുടെ പക്ഷം ചേർന്നത് 7 അക്ഷൗഹിണിയാണല്ലോ, അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ രഥങ്ങൾ പാണ്ഡവരുടെ സൈഡിലുണ്ടായിരുന്നത് ഏകദേശം 1,53,90, ആനകളും 1,53,90, കുതിരകൾ ഏകദേശം 4,59,270, പിന്നെ പടയാളികൾ ഏകദേശം 7,65,450 പേരുമാണ് പാണ്ഡവരുടെ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്ത അക്ഷൗഹിണികളുടെ എണ്ണം മൊത്തത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതേസമയം കൗരവർക്ക് 11 അക്ഷൗഹിണി പടയാണ് ഉണ്ടായിരുന്നത്. 11 അക്ഷൗഹിണി എന്ന് പറയുമ്പോൾ ഏകദേശം 2,40,570 രഥങ്ങളും ആനകളും ഉണ്ട്. അതുകൂടാതെ 7,21,830 കുതിരകളുണ്ട്. അതും കൂടാതെ ഏകദേശം 12,02,850 പടയാളികളുമുണ്ട്. ഇതായിരുന്നു കൗരവരുടെ ആ ഒരു അക്ഷൗഹിണി ബലം. ഒരു വശത്ത് പാണ്ഡവർക്ക് ഏകദേശം 8 ലക്ഷം പടയാളികളാണ് ഉണ്ടായിരുന്നെങ്കിൽ മറുവശത്ത് 12 ലക്ഷം പടയാളികളായിരുന്നു കൗരവരുടെ സൈഡിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മൊത്തം ഒരു കണക്കെടുപ്പ് എന്ന് നോക്കാം. മൊത്തം ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ 18 അക്ഷൗഹിണിയാണല്ലോ യുദ്ധത്തിൽ പങ്കെടുത്തത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 3,93,660 രഥങ്ങളും ആനകളും ആ യുദ്ധത്തിൽ പങ്കെടുത്തു. ഏകദേശം 11,81,100 കുതിരകൾ ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. ഏകദേശം 19,68,300 പേര് ആ ഒരു യുദ്ധത്തിൽ പടയാളികളായി നിലകൊണ്ടു. ഒന്ന് ഓവറോൾ സ്കെയിലിൽ അനൗദ്യോഗിക കണക്കുകളെല്ലാം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ 2,20,00,000 പേരാണ് ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തത്. ഇതിൽ പാണ്ഡവരുടെ സഖ്യം ചേർന്നത് 7 അക്ഷൗഹിണിയാന്ന് പറഞ്ഞല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൗരവർക്ക് 9 അക്ഷൗഹിണി ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ നകുലന്റെയും സഹദേവന്റെയും അമ്മയായിട്ടുള്ള മാദ്രിയുടെ സഹോദരനായിട്ടുള്ള മാധവരാജൻ അല്ലെങ്കിൽ ശല്യരുടെ സഹായം നമ്മുടെ പാണ്ഡവർ തേടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് മാനിപ്പുലേറ്റീവ് ബുദ്ധി കാണിച്ച് കൗരവർ ശല്യരുടെ ആ ഒരു സൈന്യം അവരുടെ പക്ഷത്താക്കുകയായിരുന്നു. നിലവിൽ 9 അക്ഷൗഹിണിയായിരുന്നു കൗരവർക്കുണ്ടായിരുന്നത്. പാണ്ഡവരുടെ പ്ലാൻ പ്രകാരം ശാല്യരും കൂടെ ഇവരുടെ സൈഡിൽ വന്ന് ചേരുമ്പോൾ ഇവർക്കും 9 അക്ഷൗഹിണി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്കൊരു ഈക്വൽ എന്നാ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കലി ഈക്വൽ ആയിട്ടുള്ള ഒരു വാർ നമുക്ക് കാണാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വിധി നിയമപ്രകാരം കൗരവരുടെ സൈഡിൽ നമ്മുടെ ശാല്യ മഹാരാജൻ കയറുന്നു. അതിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും നമ്മളിപ്പോൾ പറയുന്നില്ല, അത് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്തി കൂടും. സോ നമ്മളിപ്പോൾ ആ ഒരു കണക്കെടുപ്പും നിലവിൽ മഹാഭാരത യുദ്ധത്തെ പാണ്ഡവരിലും കൗരവരിലും ചേർന്ന ആ ഒരു അക്ഷൗഹിണി ഉണ്ടല്ലോ, ഓരോ അക്ഷൗഹിണിയിലും ഓരോ രാജ്യങ്ങളാണല്ലോ ഉണ്ടത്. ആ ഒരു രാജ്യങ്ങളിലെ പ്രധാന യോദ്ധാക്കളും ആ ഒരു രാജ്യങ്ങൾ ഇപ്പോൾ നിലവിൽ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. സോ
ആദ്യം തന്നെ നമുക്ക് പാണ്ഡവരുടെ അക്ഷൗണി സൈന്യമൊന്ന് വിശദമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പ്രകാരം ആദ്യം നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യത്തെ അക്ഷൗണി അല്ലെങ്കിൽ പാണ്ഡവ സൈഡിൽ നിന്ന് ആദ്യമായി ആ ഒരു സഖ്യത്തിലേക്ക് ചേർന്നത് മറ്റാരും തന്നെയല്ല, പഞ്ചപാണ്ഡവരായിട്ടുള്ള യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ സഹദേവന്മാരുടെ പത്നിയായിട്ടുള്ള ദ്രൗപദി എന്ന പാഞ്ചാലിയുടെ പാഞ്ചാലം എന്ന് പറയുന്ന ആ ഒരു മഹാസാമ്രാജ്യം തന്നെയാണ്. അതെ, പാഞ്ചാല നരേശനായ ദ്രുപദനായിരുന്നു പാണ്ഡവരുടെ കൂടെ സഖ്യം ചേർന്ന ആദ്യത്തെ ആ ഒരു അക്ഷോഹിണിയുമായി വന്നത്. ആദ്യത്തെ രാജ്യം അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷോഹിണി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പാണ്ഡവ സൈഡിൽ നിന്ന് പൊരുതിയ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാൻ അല്ലെങ്കിൽ ആ ഒരു രാജ്യം തന്നെയായിരുന്നു പാഞ്ചാലം. നമുക്കറിയാം പാഞ്ചാലത്തിൻ്റെ കഥയൊക്കെ. അതായത് ദ്രോണാചാര്യർ പാഞ്ചാലത്തിൻ്റെ വടക്കേ അതിർത്തി മുതൽ ഇന്ന ഭാഗം വരെ അശ്വത്ഥാമാവിനെ രാജാവാക്കിയ കഥയൊക്കെ നമുക്കറിയാം. സുഹൃത്തുക്കളായി പിന്നീട് ബദ്ധവൈരികളായി മാറിയ ദ്രുപദന്റെയും ദ്രോണരുടെയും കഥ നമുക്കറിയാം. ആ പകയിൽ നീറിയൊടുങ്ങി ദേവന്മാരോട് ദ്രോണരുടെ തല കൊയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു 1.5 യോദ്ധാവിനെ ദേവന്മാരോട് ചോദിച്ചു വാങ്ങിയ ആ ഒരു ദ്രുപദനെ നമുക്കറിയാം. തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ മഹാമയനായിട്ടുള്ള മഹാരഥന്മാരിൽ മഹാരഥനായിട്ടുള്ള മഹാമയൻ ഭീഷ്മർ അല്ലെങ്കിൽ പിതാമഹന്റെ ആ ഒരു അന്ത്യം കുറിക്കുവാനുള്ള ബ്രഹ്മാസ്ത്രം എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ശിഖണ്ഡിയുടെ പാഞ്ചാലത്തെയും നമുക്കറിയാം. അതെ, ഇത്തരം യോദ്ധാക്കളുടെ ഒരു നിര തന്നെയായിരുന്നു പാഞ്ചാലത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാണ്ഡവരുടെ സൈഡിന് അതൊരു വലിയൊരു അസറ്റ് തന്നെയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാഞ്ചാലം എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ പ്രമുഖ യോദ്ധാക്കൾ എന്ന് പറയുന്നത് മഹാരാജാവായിട്ടുള്ള പാഞ്ചാല നരേശനായിട്ടുള്ള ദ്രുപദനായിരുന്നു. രണ്ടാമത്തേത് ദ്രുപദന്റെ ദേവന്മാരിൽ നിന്ന് ലഭ്യമായ ദ്രോണരെ തോൽപ്പിക്കുവാൻ, ദ്രോണരെ വധിക്കുവാൻ തക്ക പ്രാപ്തിയുള്ള പുത്രനായിട്ടുള്ള പാണ്ഡവരുടെ സർവ്വ സൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനായിരുന്നു. മൂന്നാമത്തത് ശിഖണ്ഡിയായിരുന്നു. അതെ, പിതാമഹനെതിരെയുള്ള ബ്രഹ്മാസ്ത്രം. ഇവർ 3 പേരുമായിരുന്നു പാഞ്ചാലം എന്ന് പറയുന്ന രാജ്യത്തിന് ആ അക്ഷോഹിണിയോടൊപ്പം പൊരുതിയ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പവർഫുൾ വാരിയേഴ്സ്. ഒരു കാര്യം നമ്മൾ തികച്ചും ഓർക്കേണ്ടത്, ഇതേ പാഞ്ചാലത്തിൻ്റെ സൈന്യത്തിലുള്ള 2 പേരാണ് ദൃഷ്ടദ്യുമ്നനും ശിഖണ്ഡിയും. ഇത് പാഞ്ചാല സൈന്യത്തിലുള്ളവരാന്ന് ഓർക്കാം. ഇവർ 2 പേരുമായിരുന്നു മഹാമയനായിട്ടുള്ള ഭീഷ്മരുടെയും മഹാഗുരുവായിട്ടുള്ള ദ്രോണരുടെയും വധത്തിന് കാരണമായതും. അതുകൊണ്ട് തന്നെ പാണ്ഡവരുടെ ഏറ്റവും വലിയൊരു അസറ്റായിട്ടുള്ള ഒരു അക്ഷോഹിണി പാഞ്ചാലം തന്നെയായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ദൃഷ്ടദ്യുമ്നനെയും ശിഖണ്ഡിയെയും നമുക്കറിയാം. ദ്രുപദൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവിനെ തികച്ചും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ദ്രോണാചാര്യർ തനിക്ക് ഒരാവശ്യമുണ്ടെന്ന് പറയുകയുണ്ടായി തൻ്റെ ശിഷ്യന്മാരോട്. അപ്പോൾ അർജുനനൊഴികെ ബാക്കി എല്ലാവരും കിട്ടുന്നങ്ങ് പരിശ്രമിക്കുകയാണ് ദ്രുപദനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി. ഭയങ്കര യുണീക്ക് സ്റ്റൈലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു, അല്ലെങ്കിൽ വാർഫയറിലൊരു നിപുണൻ തന്നെയായിരുന്നു ദ്രുപദൻ. ദ്രോണാചാര്യരും ദ്രുപദനും ഒരുമിച്ച് പഠിച്ചതാണെന്നും കൂടി ഓർക്കണം. ബട്ട് അവരുടെ ബദ്ധവൈരിയുടെ കഥയൊക്കെ നമുക്കൊരു വേറെ വീഡിയോയിൽ പറയാം. എന്നിരുന്നാലും എൻറ്റയർ കൗരവരെ ആ ഒരു 100 പേരെ ഒറ്റയ്ക്ക് ദ്രുപദൻ ഡിഫീറ്റ് ചെയ്തിട്ട് പാഞ്ചാലത്തിൽ കാരാഗൃഹത്തിൽ അടച്ചിട്ടുണ്ട്. അവരെ രക്ഷിക്കുവാൻ പിന്നീട് പഞ്ചപാണ്ഡവർ വരേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാലും നമ്മളപ്പോൾ ആ ദ്രുപദൻ്റെ പവറിനെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദ്രുപദൻ ഒരു നിസ്സാര യോദ്ധാവ് അല്ലായിരുന്നു. ഒരുപക്ഷെ മഹാമയനായിട്ടുള്ള ഭീഷ്മരും മഹാഗുരുവായിട്ടുള്ള ദ്രോണരും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിനേജിൽ വരുന്ന വേറൊരു യോദ്ധാവ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇവരുടെ അത്ര പ്രായമായിട്ട് ഇത്ര നന്നായിട്ട് പൊരുതുന്ന ഒരു യോദ്ധാവ് ദ്രുപദൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ മഹാഭാരത യുദ്ധത്തിൽ വൈറ്റൽ പോയിന്റ്സ് ആയിരുന്നു ശിഖണ്ഡിയും നമ്മുടെ ദൃഷ്ടദ്യുമ്നനും ചെയ്തത്. ദ്രോണരെ എങ്ങനെ മറികടക്കും, മഹാമയൻ ഭീഷ്മരെ എങ്ങനെ വഴികിടക്കും, ഇതിന് രണ്ടുമുള്ള ഉത്തരം ദ്രുപദൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. ദൃഷ്ടദ്യുമ്നനും നമ്മുടെ സ്വന്തം ശിഖണ്ഡിയും. സോ പാണ്ഡവരുടെ സൈഡിൽ നിന്ന് ആദ്യമായിട്ട് വന്ന അക്ഷോഹിണിയും ആദ്യത്തെ സേനയും ആദ്യത്തെ സഖ്യം ചേർന്ന രാജ്യവും പാഞ്ചാലവുമാണ്. പാഞ്ചാലം ഇന്നത്തെ മോഡേൺ റീജിയൻ ആയിട്ടുള്ള വെസ്റ്റേൺ ഉത്തർപ്രദേശിലാണെന്നാണ് അറിയപ്പെടുന്നത്. ഇനി പഞ്ചപാണ്ഡവരുടെ സൈഡിൽ നിന്ന് പൊരുതിയ രണ്ടാമത്തെ അക്ഷോഹിണി മത്സ്യരാജ്യം. അതെ, അജ്ഞാതവാസക്കാലം അവരെവിടെയാണ് പാർത്തിരുന്നതിന് ഒരു ഉത്തരമുള്ളൂ, വിരാടന്റെ മത്സ്യരാജ്യത്തെ. അവിടെ നിന്നാണല്ലോ അർജുനപുത്രനായിട്ടുള്ള സുഭദ്രയുടെ പുത്രനായിട്ടുള്ള അഭിമന്യുവിൻ്റെ ആ ഒരു ക്രൂഷ്യൽ വെഡ്ഡിങ് തന്നെ നടക്കുന്നത്. അതെ, വിരാടൻ്റെ മത്സ്യരാജ്യത്തിലെ വിരാടൻ്റെ മകളായിട്ടുള്ള ഉത്തരയുമായിട്ടുള്ള അഭിമന്യുവിൻ്റെ വിവാഹം
അതിൽ നിന്നായിരുന്നല്ലോ ഭാവിയായിട്ടുള്ള കുരുവംശത്തിന്റെ പരീക്ഷിത്ത് എന്ന് പറയുന്ന രാജാവ് ഉൾത്തിരിഞ്ഞത്. കുറെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാണ്ഡവരുടെ രണ്ടാമത്തെ അക്ഷൗഹിണി സേനയായിട്ട് വന്ന മത്സ്യരാജ്യത്തെ പറ്റിയാണ്. മോഡേൺ ഡേ രാജസ്ഥാനിലാണ് ഈ പറഞ്ഞ മത്സ്യദേശം. എടുത്തു പറയുകയാണെങ്കിൽ മത്സ്യദേശത്തിൽ നിന്ന് പോരാടിയവർ വിരാടനാണ്. അതെ, മത്സ്യരാജ്യത്തിന്റെ രാജാവായിട്ടുള്ള വിരാടന്റെ പുത്രനായിട്ടുള്ള ഉത്തരൻ, പിന്നെ ശ്വേത. ഇവർ 3 പേരുമായിരുന്നു പാണ്ഡവരുടെ മത്സ്യദേശത്തിന്റെ അക്ഷൗഹിണിയിൽ നിന്ന് പൊരുതിയ പ്രമുഖ വാരിയേഴ്സ് അല്ലെങ്കിൽ യോദ്ധാക്കൾ. മൂന്നാമതായി പാണ്ഡവരോട് സഖ്യം ചേർന്ന രാജ്യം ഛേദിയായിരുന്നു. അതെ, പറയുമ്പോൾ ഭയങ്കര ഒരു വിരുദ്ധമായിട്ട് തോന്നും. കാരണം ഛേദിയിലെ രാജാവായിട്ടുള്ള ശിശുപാലനും ആ ഒരു കൃഷ്ണനും തമ്മിലുള്ള എനിമീനെസ് നമുക്കറിയാമല്ലോ. കാരണം കൃഷ്ണനാണ് ശിശുപാലനെ വധിച്ചത്. ശിശുപാലൻ ചെയ്യുന്ന 100 അപരാധങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി ക്ഷമിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു സമയത്ത് എടുത്തു പറയുകയാണെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ആ ഒരു രാജസൂയ യജ്ഞം നടക്കുന്ന സമയത്ത് ശിശുപാലൻ കൃഷ്ണനെ പറ്റി പറഞ്ഞ പരോക്ഷ വാക്കുകൾക്കൊടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി ദേഷ്യപ്പെടുകയും അവിടെ നിന്ന് ശിശുപാലൻ്റെ തല അറുക്കുകയും ചെയ്തു. എന്നിരുന്നാലും ശിശുപാലൻ്റെ മകനായിട്ടുള്ള ദൃഷ്ടകേതു എന്ന് പറയുന്ന രാജാവ് ഛേദിയിലെ ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം നമ്മുടെ പാണ്ഡവരുടെ സൈഡിൽ സഖ്യം ചേരുകയാണ് ഉണ്ടായത്. പാഞ്ചാലവും മത്സ്യദേശവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വന്ന രാജ്യം ഛേദി തന്നെയാണ്. ഛേദി ഇന്നത്തെ കാലഘട്ടത്തിൽ മധ്യപ്രദേശിലാണ് സിറ്റുവേറ്റഡ് ചെയ്തിരിക്കുന്നത്. ഛേദി രാജ്യവും കഴിഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവരുമായിട്ട് സഖ്യം ചേർന്ന അടുത്ത രാജ്യം എന്ന് പറയുന്നത് ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം വന്ന കാശി രാജ്യമാണ്. കാശി നരേശൻ എന്നാണ് ബോറിഗ്രഡിക്കൽ എഡിഷൻ അല്ലെങ്കിൽ ദി കിങ് ഓഫ് കാശി എന്നോ പറയുന്നുള്ളൂ, പേര് പരാമർശിക്കുന്നില്ല. കാശി രാജാവും പാണ്ഡവരോടൊപ്പം ഒരക്ഷൗഹിണിയുമായി സഖ്യം ചേർന്നുവെന്നാണ് ബോറിഗ്രഡിക്കൽ എഡിഷൻ പ്രതിപാദിക്കുന്നത്. ഇന്നത്തെ കാശി അതുതന്നെ, വാരണാസി അല്ലെങ്കിൽ ബനാറസ്, ഉത്തർപ്രദേശത്തിലെ വാരണാസിയാണ് കാശി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പാണ്ഡവരോട് സഖ്യം ചേർന്ന ആ ഒരക്ഷൗഹിണിയായിട്ട് വന്ന സേനയാണ് കേകയ. കേകയുടെ കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കേകയിലെ പല രാജകുമാരന്മാരും കൗരവരുടെ സൈഡിൽ നിന്ന് പോരാടിയെന്ന് ബോറിഗ്രഡിക്കൽ എഡിഷൻ പറയുന്നുണ്ട്. എന്നിരുന്നാലും കേകയിലെ ഏറ്റവും മേജറായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന 5 സഹോദരന്മാർ പാണ്ഡവരുടെ പക്ഷത്തു നിന്നാണ് പോരാടിയത്. ഇന്ന് കേകയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മോഡേൺ പാകിസ്ഥാനിലാണ്. ഇച്ചിരി കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചാബിൻ്റെയൊക്കെ ഒരു വെസ്റ്റേൺ റീജിയൻ ആയിട്ട് വരും അത്. 6ാമതായി പഞ്ചപാണ്ഡവരോട് സഖ്യം ചേർന്ന ഒരക്ഷൗഹിണിയായി വന്ന സേന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മളെ ഒന്ന് അത്ഭുതപ്പെടുത്തും. അതെ, മഗധ സാമ്രാജ്യത്തിലെ ജരാസന്ധനെ പരാജയപ്പെടുത്തിയത് നമുക്കൊക്കെ അറിയാലോ. ജരാസന്ധന്റെ മകനായിട്ടുള്ള സഹദേവൻ പാണ്ഡവരുടെ പക്ഷം ചേരുകയുമാണ് ഉണ്ടായത്. മഗധ എന്ന് പറയുന്ന സാമ്രാജ്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഹസ്തിനപുര സാമ്രാജ്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബിഗ് റൈവൽ തന്നെയായിരുന്നു മഗധ സാമ്രാജ്യം. അന്നത്തെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ ഹസ്തിനപുരം അല്ലെങ്കിൽ മഗധ എന്ന് പറയുന്ന ഒരു ടോക്ക് തന്നെ വരുമെന്ന് 100% ഉറപ്പാണ്. സോ ജരാസന്ധൻ മരിച്ചു കഴിഞ്ഞാൽ അത്ര പ്രൗഢിയും പ്രാധാന്യവും ഇല്ലായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആർമിയുടെ പവർ അന്യായം തന്നെയായിരുന്നു. സോ ഇതും ഈ ഒരു ഫോഴ്സും നമ്മുടെ പാണ്ഡവരോടൊപ്പം അലൈ ചെയ്ത് അല്ലെങ്കിൽ സഖ്യം ചേർന്നതും വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് പഞ്ചപാണ്ഡവർക്ക്. ഇന്ന് മഗധ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിലാണ്. ഇനി അവസാനമായി, അതായത് 7ാമത്തെ അക്ഷൗഹിണി, ഒരക്ഷൗഹിണി സേനയുമായിട്ട് വന്നത് മറ്റാരും തന്നെയല്ല, യാദവ ശ്രേഷ്ഠരായിട്ടുള്ള സാത്വികിയും അനുയായികളുമാണ്. ഒരക്ഷൗഹിണി സേനയായിട്ട് നമ്മുടെ അതായത് യാദവന്മാരാണ് വന്നത്, ദ്വാരകയുടെ സേനയായിട്ട്. എടുത്തു പറയണ്ടല്ലോ സാത്വികിയെ പറ്റി നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. സാത്വികിയാണ് ഒരക്ഷൗഹിണി സേനയോടൊപ്പം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈ ഒരു മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരോട് സഖ്യം ചേർന്നത്. ഇത് കഴിഞ്ഞായിരുന്നു നമ്മുടെ ശല്യ മഹാരാജൻ അല്ലെങ്കിൽ മാതൃദേശത്തിൻ്റെ ആ ഒരു സൈന്യം പാണ്ഡവരോട് സഖ്യം ചേരേണ്ടിയിരുന്നത്. എന്നാൽ അതിനെപ്പറ്റി നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിനി പറയാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ പറയാം. അതെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇപ്പം 7 അക്ഷൗഹിണി നമ്മൾ പറഞ്ഞു പാണ്ഡവരുടെ സൈഡിൽ സഖ്യം ചേർന്നേ. പാഞ്ചാലം, മത്സ്യദേശം, ഛേദി, കാശിരാജ്യം, കേകയം, മഗധ, യാദവ. ഇനി അടുത്ത 11 അക്ഷൗഹിണി കൗരവരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ കൗരവരോട് സഖ്യം ചേർന്ന 11 അക്ഷൗഹിണി പടകൾ ഏതൊക്കെ?
അതിൽ പ്രമുഖ സ്ഥാനം ഓഫ് കോഴ്സ് നമ്മുടെ ഹസ്തിനപുരത്തിലെ സ്വന്തം സാമ്രാജ്യം ഭീഷ്മരുടെ സ്വന്തം കീഴിലുള്ള ആ ഒരു അക്ഷോഹിണിപ്പട. മഹാമനായ ഭീഷ്മരെ പോലെയുള്ള ഒരു സേനാനായകൻ അന്ന് ജീവിച്ചിരുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കണം. അത്തരമൊരു സേനാനായകന്റെ കീഴിലുള്ള ഹസ്തിനപുരത്തിന്റെ കൗരവ പട തന്നെയായിരുന്നു അവരുടെ ഒന്നാമത്തെ അക്ഷോഹിണി. അതിലെ കീ വാരിയേഴ്സിന്റെ കാര്യം പറയണ്ടല്ലോ. ഭീഷ്മാചാര്യർ, ദുര്യോധനൻ, ദുശാസനൻ, ബാക്കിയുള്ള 98 കൗരവ പടയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ മോഡേൺ റീജിയനിൽ ഹസ്തിനപുരം കറക്റ്റ് പറയുകയാണെങ്കിൽ ഡൽഹി ആ ഒരു ഏരിയ സിറ്റുവേറ്റഡ് ആയിട്ടിരിക്കും. സോ ഈ ഒരു എൻറ്റയർ സേനയിൽ തന്നെ ടോപ്പ് നോച്ച് വാരിയേഴ്സ് എന്ന് തന്നെ പറയാം. കുറേ മഹാരഥികൾ മാത്രം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കൃപാചാര്യരുണ്ടായിരുന്നു, ദ്രോണാചാര്യരും ഇതിൻ്റെ കൂടെ നിന്നാണ് പോരാടിയത്. സോ ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ല. ഭീഷ്മർ, ദ്രോണർ, പിന്നെ നമ്മുടെ കർണൻ്റെ കാര്യം വേറൊരു അക്ഷോഹിണിയായിട്ട് തന്നെ അംഗദേശത്ത് നിന്ന് വരുന്നുണ്ടെന്ന് ഞാൻ പറയാം. സോ ഏതായാലും ഭീഷ്മർ, ദ്രോണർ, കൃപാചാര്യർ, അതുപോലെ തന്നെ പാണ്ഡവരുടെ കുറേ ഗുരുക്കന്മാർ എല്ലാം തന്നെ ഈ ഒരു ഹസ്തിനപുരത്തിൻ്റെ ഈ ഒരു കൗരവ പടയുടെ അക്ഷോഹിണിയുടെ ഭാഗം തന്നെയായിരുന്നു. സോ ഒന്നാമത്തെ അക്ഷോഹിണി കൗരവരുടെ ഹസ്തിനപുരം തന്നെയായിരുന്നു. രണ്ടാമത്തെ, അതെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സൂര്യപുത്രൻ വൈകർത്തനൻ കർണന്റെ അംഗദേശത്തിൽ നിന്ന് വന്ന ഒന്നൊന്നര സൈന്യം അംഗദേശത്തിൻ്റെ ഒരക്ഷോഹിണിയുമായി എത്തിയത് കർണൻ തന്നെയായിരുന്നു. അംഗദേശത്തിലെ പ്രധാന യോദ്ധാവെന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം ഒരേ ഒരു സൂര്യപുത്രൻ്റെ ഉള്ളൂ, അതെ കർണൻ്റെ. കർണനും കർണൻ്റെ സഹോദരന്മാരും കർണൻ്റെ മക്കളും അതുകൂടാതെ കർണൻ്റെ ഒന്നൊന്നര പട തന്നെയായിരുന്നു അംഗദേശത്തിൻ്റെ സൈന്യമായിട്ട് അല്ലെങ്കിൽ ഒരു അക്ഷോഹിണിയുമായിട്ട് കൗരവരുടെ കൂടെ ചേർന്നത്. ഇവർ തന്നെയായിരുന്നു രണ്ടാമതായി അവരോട് സഖ്യം ചേർന്ന അക്ഷോഹിണി. പുതിയ കാലത്ത് അല്ലെങ്കിൽ മോഡേൺ ഡേയിൽ ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്തെ ഭഗൽപൂർ ഏരിയയിലാണ് ഈ അംഗദേശം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇനി കൗരവപ്പടയുടെ മൂന്നാമത്തെ അക്ഷോഹിണിയായി എത്തിയത് മറ്റാരും തന്നെയല്ല, മാതുലൻ ശകുനിയാണ്. അതെ, ഗാന്ധാര. ഗാന്ധാരത്തിൽ നിന്ന് ഒരക്ഷോഹിണി സേനയാണ് കൗരവ പടയോട് ചേരുവാൻ വന്നത്. അതിൻ്റെ സേനാനായകൻ അല്ലെങ്കിൽ രാജാവ് ശകുനി തന്നെയായിരുന്നു. മോഡേൺ ഡേയിൽ അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറാണ് ഈ പറഞ്ഞ ഗാന്ധാരം. യുദ്ധമുണ്ടാവുന്നു അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവുന്നുമോ എന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു 3 ദേശവും കൺഫേംഡ് ആയിരുന്നു. ഇവർ 3 പേരും എങ്ങനെ പോയാലും അക്ഷോഹിണി 3 അക്ഷോഹിണി കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാം. പാണ്ഡവർക്കും അങ്ങനെ പറയാനുണ്ടായിരുന്നത് പാഞ്ചാലും മാത്രമായിരുന്നു. എന്നാൽ കൗരവരുടെ സൈഡിൽ ഹസ്തിനപുരവും അംഗദേശവും ഗാന്ധാരവും ഇവർ 3 പേരും ഒരുമിച്ചായിരിക്കുമെന്ന് 100% പറയാമായിരുന്നു. കാരണം അറിയാമല്ലോ, ദുര്യോധനൻ, കർണൻ, ശകുനി, ഈ ഒരു അൺമാച്ചബിൾ ട്രയോ. സോ എന്തൊക്കെയാണെങ്കിലും കൗരവ സൈഡിൽ നിന്ന് സഖ്യം ചേർന്ന മൂന്നാമത്തെ സേന അത് ഗാന്ധാരമായിരുന്നു. ഇനി 4ാമത്തെ സേന ഒരക്ഷോഹിണി സേനയോടൊപ്പം എത്തിയത് സിന്ധുരാജ്യമാണ്. അതെ, കൗരവരുടെ സഹോദരിയായിട്ടുള്ള ദുഷളയുണ്ടല്ലോ, ദുഷളയുടെ പതിയായിരുന്നു സിന്ധുരാജൻ. നമ്മുടെ അഭിമന്യു വധത്തിന് കേന്ദ്ര കഥാപാത്രമായി മുന്നിൽ നിന്ന് 4 പാണ്ഡവരെയും തോൽപ്പിച്ച ആ ജയദ്രഥനെ, അദ്ദേഹം തന്നെ സിന്ധുര നരേശനായിട്ടുള്ള ജയദ്രഥന്റെ ആ ഒരു പടയായിരുന്നു കൗരവരോട് സഖ്യം ചേർന്ന 4ാമത്തെ അക്ഷോഹിണി. ഇന്നത്തെ കാലത്തെ സിന്ധ്, അതെ പാകിസ്ഥാനിലുള്ള സിന്ധ് എന്ന് പറയുന്ന നഗരമാണ് സിന്ധുരാജ്യമായിട്ട് മഹാഭാരതം വർണ്ണിക്കുന്നത്. കൂടുതലൊന്നും പറയണ്ടല്ലോ, സിന്ധുരാജ്യത്തിൽ നിന്നും വന്ന ഒരു ഒന്നൊന്നര യോദ്ധാവ് തന്നെയായിരുന്നു ഈ ജയദ്രഥൻ. ഈ ജയദ്രഥൻ കാരണമാണ് അഭിമന്യു എന്ന് പറയുന്ന ആ ഒരു ഒന്നൊന്നര യോദ്ധാവിനെ പാണ്ഡവർക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ ഏറ്റവും വലിയ നഷ്ടവും അതുതന്നെയായിരുന്നു. അടുത്തതായി കൗരവരോട് സഖ്യം ചേർന്ന 5ാമത്തെ രാജ്യം ഒരക്ഷോഹിണി സേനയോടൊപ്പം വന്നു ചേർന്നത് മറ്റാരും തന്നെ ആയിരുന്നില്ല, മാദ്രരാജനായിരുന്നു. അതെ, നമ്മുടെ സഹദേവൻ്റെയും നകുലൻ്റെയും നേരത്തെ പറഞ്ഞ ഒരു കഥയുണ്ടല്ലോ, അത് കറക്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നില്ല, മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു. മാനിപ്പുലേറ്റ് ചെയ്ത് ശകുനി മാതുലനാൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ശല്യൻ കൗരവ പടയോട് ചേരുന്നു. അവരുടെ ആ ഒരു സൈന്യം എന്ന് പറഞ്ഞാലും അന്യായ യോദ്ധാവായിരുന്നു കേട്ടോ ഈ ശല്യനും അദ്ദേഹത്തിൻ്റെ സൈന്യവും. ആ ഒരു മാതൃദേശമായിരുന്നു 5ാമത്തെ കൗരവ പടയുടെ അലൈ. സോ ഇത് 5ാമത്തെ എന്ന് പറയാൻ കാരണം ബാക്കിയുള്ള ഇനി വരുന്ന രാജ്യങ്ങളെല്ലാം ടിപ്പിക്കലി ചെറുതാണ്. അതായത് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കാളും സേനാ രീതിയിലാണെങ്കിലും ബാക്കിയുള്ള രീതിയിലാണെങ്കിലും ചെറുതാണ്. ഇനി നമ്മുടെ കൃഷ്ണൻ്റെ യാദവ സൈന്യം അല്ലെങ്കിൽ സൈന്യം ആ ഒരു എൻറ്റർ സ്ഥലമല്ല വരുന്നത്, നാരായണി സൈന്യം മാത്രമാണ് വരുന്നത് ഒരക്ഷോഹിണി പടയോടെ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ടിപ്പിക്കലി സ്ലോ ആയതുകൊണ്ടാണ് 5ാം സ്ഥാനം നമ്മൾ മാതൃദേശത്തിന് കൊടുത്തത്. സോ മാതൃദേശത്തിലെ മെയിനായിട്ടുള്ള ആളെ നമുക്കറിയാലോ, ശല്യ. ഈ ശല്യം തന്നെയായിരുന്നു കർണൻ്റെ സാരഥിയായിട്ട് അവസാന നാളുകളിൽ കർണൻ്റെ സാരഥിയായിട്ട് പോയതും കർണനോട് പൗരുഷ വാക്കുകൾ പറയുകയും ചെയ്യുകയും എല്ലാം ഉണ്ടായത്. സോ
കൗരവ പടയോട് ചേർന്ന 5ാമത്തെ സഖ്യം ചേർന്ന രാജ്യമായി ഒരു അക്ഷൗഹിണിയോടെ വന്നത് ശാല്യമാൻ, ശാല്യ രാജാവിന്റെ മാതൃദേശം. അടുത്തത് നാരായണീ സേനയോടൊപ്പം കൃതവർവാമു വന്നതാണ് ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം. അതായത് ഒരു രാജ്യത്തിന്റെ സപ്പോർട്ടിലല്ല നമ്മുടെ ഈ ഒരു യുദ്ധത്തിൽ ഒരു അക്ഷൗഹിണിയായിട്ട് യാദവ ക്ലാൻ വന്നത്. കൃഷ്ണന്റെ ആ ഒരു ഇത് അറിയാലോ, ഒരു ഓഫർ ഉണ്ടായിരുന്നു, എന്നെ വേണോ അതോ എൻ്റെ നാരായണീ സേനയെ വേണോ. സോ കൃതവർമാവ് നാരായണീ സേനയോടൊപ്പം, നമ്മുടെ ദുര്യോധനൻ നാരായണീ സേന ചൂസ് ചെയ്തുകൊണ്ട് കൃതവർമാവ് നാരായണീ സേനയോടൊപ്പം തന്നെ നമ്മുടെ കൗരവ പടയോട് ചേരുകയായിരുന്നു ഉണ്ടായിരുന്നത്. സോ 6ാമത്തെ കൗരവ പടയുടെ സഖ്യം ചേർന്ന ഒരു അക്ഷൗഹിണി നാരായണീ സേനയായിരുന്നു. 7ാമതായി കൗരവ പടയോട് സഖ്യം ചേർന്ന ആ ഒരു സേന കാംഭോജമായിരുന്നു. അതെ, മോഡേൺ ഡേ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ തജിക്കിസ്ഥാനിലാണ് ഈ പറയുന്ന കാംബോജം. കാംബോജത്തിലെ രാജാവായിട്ടുള്ള സുദക്ഷണ നമ്മുടെ കൗരവ പടയോട് സഖ്യം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ചില റീജിയണൽ ടെക്സ്റ്റിൽ ഇദ്ദേഹത്തിന് തന്നെ കസനായിട്ടുള്ള കുറച്ച് ആൾക്കാർ പാണ്ഡവ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബട്ട് മെജോറിറ്റിലി നോക്കുകയാണെങ്കിൽ ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം കൗരവ പക്ഷത്ത് ചേർന്നത് നമ്മുടെ ഈ പറഞ്ഞ സുദീക്ഷണ കാംബോജത്തിൻ്റെ രാജാവായിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. സോ 7ാമതായി ചേർന്ന ആ ഒരു ഒരക്ഷൗഹിണി പടയോട് ചേർന്ന ആ ഒരു രാജ്യം കാംബോജമാണ്. 8ാമതായി സേനയോടൊപ്പം ചേർന്ന കൗരവ പടയിലെ പ്രമുഖൻ എന്ന് പറയാൻ പറ്റുന്നത് ബാഹലീകനാണ്. അതെ, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറ്റവും പ്രായം ചെന്ന യോദ്ധാവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തരമേ ഉണ്ടാവുകയുള്ളൂ, അത് ബാഹലീകനാണ്. നമ്മളെല്ലാവരും ഓർക്ക് ഭീഷ്മ പിതാമഹനാണ്. എന്നാൽ ഈ ഭീഷ്മ പിതാമഹൻ്റെ അച്ഛനായിട്ടുള്ള ശന്തനുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു ബാഹലീകൻ. ഈ ബാഹലീകൻ്റെ മകനായിരുന്നു സോമദത്തൻ, സോമദത്തൻ്റെ മകനായിരുന്നു ഭൂരിസ്രവസ്. ഈ ഭൂരിസ്രവസിനെ വധിക്കുന്ന കഥയാണ് നമ്മുടെ സാത്വികയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളല്ല. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഉറപ്പായിട്ടും ശന്തനുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന കൗരവരെ ആയിരിക്കും നമ്മുടെ ബാഹലീകൻ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഭൂരിസ്രവസും ദുര്യോധനനും തമ്മിൽ നല്ല രീതിയിൽ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിലാണ് നമ്മുടെ ബാഹലീകൻ്റെ ക്ലാൻ. അതിപ്പോൾ മോഡേൺ ഡേയിൽ ആസ്പദമാക്കി പറയുകയാണെങ്കിൽ ബാൽക്ക് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ സ്ഥലമാണ് ഈ പറയുന്ന ബാഹലീകൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സഖ്യം ചേർന്ന ഒരു അക്ഷൗഹിണി സൈന്യമായിട്ട് കൗരവ പടയോട് ചേരുന്നത്. ഇനി അടുത്തത് 8ാമത്തെ സേനയാണ് ത്രിഗർത്ത. അതെ, ത്രിഗർത്തയിലെ സുഷർമാവ് എന്ന് പറയുന്ന ആ ഒരു യോദ്ധാവ് പാണ്ഡവ സൈന്യത്തിന് നിരത്തി വെച്ചത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, നല്ല രീതിയിലൊരു അസറ്റ് തന്നെയായിരുന്നു കൗരവരുടെ സൈഡിൽ നിന്ന് സുഷർമാവ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം. കുറേ രീതിയിൽ എൻഗേജ് ചെയ്തിരിപ്പിക്കാനും കുറേ ബാറ്റിലൊക്കെ അങ്ങ് പിന്നോട്ട് വലിപ്പിച്ച് കുറേ യോദ്ധാക്കളെ അവിടെ സസ്റ്റെയിൻ ചെയ്യിപ്പിച്ച് വേറെ ഇതിലേക്ക് ഫോക്കസ് ഒന്നും വിടാതെ ഇങ്ങനെ ഡിലേ ചെയ്യിപ്പിക്കുന്ന ടാക്ടിക്സ് ഒക്കെ കൂടുതലും ചെയ്തത് ഈ ത്രിഗർത്തയിലെ സുഷർമനും കൂട്ടുകാരൊക്കെയാണ്. മോഡേൺ ഡേ പഞ്ചാബ്, ഹിമാചൽ ആ ഒരു പ്രദേശങ്ങളിലാണ് ത്രിഗർത്ത എന്ന് വിവരിക്കുന്നത്. 9ാമതായി നമ്മുടെ കൗരവ പടയോട് ചേർന്ന ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം ചേർന്നത് അവന്തി ദേശമാണ്. അവന്തിയിലെ ദേശത്തിലെ വിന്ധനും അനുവിന്ധനുമായിരുന്നു അവരുടെ ആ ഒരു അക്ഷൗഹിണിയിലെ പ്രധാന പ്രമുഖർ. മോഡേൺ ഡേ ഉജ്ജയിൻ, അതായത് മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അവന്തി ദേശം ഉണ്ടായിരുന്നത്. അവന്തി ദേശത്തിലെ യോദ്ധാക്കൾ ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം കൗരവ പടയോട് ചേരുകയും പാണ്ഡവ സൈന്യത്തിന് നാശം വിധിക്കുകയും ചെയ്തുവെന്ന് മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷൻ വിസ്തരിച്ച് പറയുന്നുണ്ട്. 10ാമതായി, അതായത് 10ാമത്തെ അക്ഷൗഹിണിയായിട്ട് നമ്മുടെ കൗരവ പടയോട് യോജിച്ച് ചേരുവാൻ വന്നത് പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായിട്ടുണ്ടായിരുന്ന ഭഗദത്തനാണ്. അതെ, അതുകൊണ്ട് തന്നെ പ്രാഗ്ജ്യോതിഷയാണ് 10ാമത്തെ അക്ഷൗഹിണി സേന. ഭഗദത്തൻ്റെ കാര്യം നമ്മളൊരു വേറെ വീഡിയോയിൽ ഇനി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈച്ച് ആൻഡ് എവറി യോദ്ധാക്കളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ, അതും ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഭഗദത്തിനെ അറിയാലോ, ആനയുദ്ധങ്ങളിൽ അദ്ദേഹം ഒരു കില്ലാടി തന്നെയായിരുന്നു, സൂപ്പർ സോണിക് വാരിയർ എന്ന് തന്നെ പറയാം. ഈ ഭഗദത്തൻ ഭീമനെ പോലും ഒരു തവണ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് കറക്റ്റ് ആ ഒരു കഥയിൽ പറയാം. ഏതായാലും ഇത്ര ഹൈഡപ്ഡ് ആയിട്ട് ഒരു വാരിയർ കൗരവ പടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുകയില്ല. അപ്പോൾ വളരെ അണ്ടർ റേറ്റഡ് ആണ്. അധികം ആരും സീരിയൽസ് ഒന്നും കാണിച്ചിട്ടുമില്ല ഈ ഒരു യോദ്ധാവിനെ. നമ്മുടെ പാണ്ഡവ സൈഡിലെ സാത്വികീനെ പോലെ ഒരു യോദ്ധാവായിരുന്നു ഭഗദത്തൻ കൗരവ സൈഡിൽ. എന്നിരുന്നാലും മോഡേൺ ഡേ ആസാമിലായിരുന്നു ഈ പ്രാഗ്ജ്യോതിഷം. അവിടുന്ന് ഒരു അക്ഷൗഹിണി സേനയോടൊപ്പം കൗരവ പടയിലേക്ക് ചേരുവാൻ വന്നതാണ് നമ്മുടെ ഈ സ്വന്തം പ്രാഗ്ജ്യോതിഷിലെ ഭഗദത്തൻ. അതുകൊണ്ട് തന്നെ 10ാമത്തെ അക്ഷൗഹിണിയായിട്ട് പ്രാഗ്ജ്യോതിഷത്തിനെ കണക്കാക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ അക്ഷൗഹിണി, അത് യാദവയാണ്. കറക്റ്റ് ഓരോ അക്ഷൗഹിണിയും ഓരോ സ്ഥലത്തിൽ നിന്ന് വന്നതായിട്ട് പ്രതിപാദിക്കുന്നില്ലെങ്കിൽ കൂടി ഓരോ സ്ഥലത്തിൽ നിന്നും ഏറെക്കുറെ മെജോറിറ്റിലി 1 അക്ഷൗഹിണി വെച്ചാണ് എല്ലായിടത്തു നിന്നും വിട്ടുകൊണ്ടിരുന്നതെന്ന് സ്പഷ്ടമായിട്ട് ബോറയിൽ പറയുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് വരുന്നത് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ കൃഷ്ണൻ്റെ സൈന്യം
കൃഷ്ണന്റെ ആ ഒരു രാജ്യം കൗരവരോട് സപ്പോർട്ട് ചെയ്തല്ല യുദ്ധം ചെയ്തത്. കൃഷ്ണന്റെ ഒരു സൈന്യം മാത്രമാണ് കൗരവരുടെ പക്ഷത്ത് നിന്ന് യുദ്ധം ചെയ്തത്. അതായത് യാദവ ക്ലാനിലെ ആ ഒരു നാരായണീ സേന മാത്രമാണ് ഒരു അക്ഷൗഹിണിയോടൊപ്പം കൗരവ സൈഡിൽ നിന്ന് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് ആ രാജ്യം സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്. സോ ബാക്കിയുള്ളത് ഇങ്ങനെ യവനന്മാർ, തുഷാരന്മാർ, കൃതവാസന്മാർ, അങ്ങനെ കുറേ ആയിട്ടുള്ള ആൾക്കാരും ഒരു അക്ഷൗഹിണിയോടൊപ്പം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എൻ്റയർലി കോമ്പൈൻ ചെയ്ത് പറയുന്ന കേട്ടോ. സോ ഇത്രയൊക്കെ നേഷൻസാണ് നമ്മുടെ കൗരവരോടും പാണ്ഡവരോടും ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അക്ഷൗഹിണിയിൽ എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. 20 ലക്ഷം ആൾക്കാർ. ഈ ഒരു വലിയ മഹാഭാരത യുദ്ധത്തിൽ തന്നെ മഹാമയൻ ഭീഷ്മർ ഇതിനു മുമ്പ് ഇതിനെപ്പോലെ തന്നെ ക്ലാസിഫൈ ചെയ്ത വേറൊരു കാര്യമുണ്ട്. രതി, അതിരതി, മഹാരഥി, അതിമഹാരഥി എന്ന് പറഞ്ഞു അതോരോ പട്ടപ്പേരുകളാണ്. എടുത്തു പറയുകയാണെങ്കിൽ രതി എന്ന് പറഞ്ഞുകൊണ്ട് ബോറിയിൽ റെക്കഗ്നൈസ് ചെയ്ത് വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 5000 പോരാളികൾ അല്ലെങ്കിൽ യോദ്ധാക്കളോട് യുദ്ധം ചെയ്യുവാൻ കഴിവുള്ളവരെ രതി എന്ന് പറയും. അതിരതി എന്ന് പറഞ്ഞാൽ 60,000 യോദ്ധാക്കളോട് യുദ്ധം ചെയ്യുന്നവർ. മഹാരഥി എന്ന് പറഞ്ഞാൽ 7,20,000 യോദ്ധാക്കളോട് യുദ്ധം ചെയ്യുന്നവർ. പാണ്ഡവരിലെ പ്രമുഖരായിട്ടുള്ള മഹാരഥന്മാരെ എടുത്തു പറയുകയാണെങ്കിൽ അർജുനൻ, ഭീമൻ, സാത്യകി, അഭിമന്യു, ദൃഷ്ടദ്യുമ്നൻ, ഘടോത്കചൻ, ദ്രുപദൻ, ശിഖണ്ഡി, നകുലൻ, സഹദേവൻ ഇവരെല്ലാം മഹാരഥന്മാരായിരുന്നു. ഇനി കൗരവ സൈഡ് നോക്കുകയാണെങ്കിൽ മഹാമയനായിട്ടുള്ള ഭീഷ്മാചാര്യർ, മഹാഗുരുവായിട്ടുള്ള ദ്രോണാചാര്യർ, അംഗരാജൻ, വൈകർത്തനൻ, കർണൻ, അശ്വത്ഥാമാവ്, ശല്യര്, കൃപാചാര്യർ, ജയദ്രഥൻ, കൃവർമാവ് ഇവരെല്ലാം കൗരവ സൈഡിലെയും മഹാരഥികളായിരുന്നു. എന്നാൽ നമ്മുടെ ഭീഷ്മാചാര്യരെ ക്ലാസിഫൈ ചെയ്തതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ഭീഷ്മാചാര്യർ കർണനെ മഹാരഥിയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനെ അർദ്ധരഥി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ കുറച്ച് ഇൻ്റർപൊളേഷൻസ് ഒക്കെ നിലവിൽ കാണുന്നുണ്ട്. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ വ്യക്തമായി ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഉദ്യോഗപർവത്തിലും ഭീഷ്മപർവത്തിലും ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ മഹാമയൻ ഭീഷ്മർ കൺസിഡർ ചെയ്യാത്ത 2 യോദ്ധാക്കളാണ് ഘടോത്കചനും ഭീമനും. രണ്ടുപേരും അതിരഥിയായിട്ടാണ് ഭീഷ്മാചാര്യർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യുധിഷ്ഠിരനെ രഥിയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. വിരാടനെ രഥിയായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, മഹാമയനായിട്ടുള്ള ഭീഷ്മാചാര്യരെ അഭിമന്യുവിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് മഹാരഥിയോട് തുല്യനായിട്ടാണ്. മഹാരഥിയായിട്ടെന്നല്ല, മഹാരഥിയോട് തുല്യനായിട്ട്. അദ്ദേഹം പക്കാ രീതിയിൽ ക്ലാസിഫൈ ചെയ്തു എന്ന് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത് 2 യോദ്ധാക്കളോ പാണ്ഡവ സൈറ്റിലുള്ളൂ. അത് ഒന്ന് അർജുനനും ഒന്ന് അർജുനന്റെ ശിഷ്യനായിട്ടുള്ള സാത്വികയുമാണ്. ബാക്കി എല്ലാവരെയും തന്നെ അതിരഥി, രഥി ആയിട്ടാണ് നമ്മുടെ ഭീഷ്മാചാര്യരെ ക്ലാസിഫൈ ചെയ്യുന്നത്. നേരെ മറിച്ച് കൗരവർ സൈഡ് വരികയാണെങ്കിൽ നമ്മുടെ ദ്രോണാചാര്യര്, അശ്വത്ഥാമാവ്, കൃപാചാര്യര്, ശല്യര് ഇവരെല്ലാം മഹാരഥന്മാരായിട്ടാണ് ഭീഷ്മർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കർണനെ അർദ്ധരഥിയായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ജയദ്രഥനെ അർദ്ധരഥിയായിട്ടാണ് കാണുന്നത്. ശകുനിനെ റാങ്കിങ് പോലും ഇല്ല. ദുര്യോധനെ വെറും രഥിയായിട്ടാണ് ഭീഷ്മാചാര്യർ കാണുന്നത്. ഇതെല്ലാം കൗരവ സൈഡിലുള്ള പ്രമുഖരെ പറ്റി ഭീഷ്മർ ക്ലാസിഫൈ ചെയ്ത് ആ ഒരു ക്ലാസിഫിക്കേഷനാണ്. ഞാൻ ആദ്യം പറഞ്ഞത് ഭീഷ്മർ ക്ലാസിഫൈ ചെയ്യാതെ മഹാരഥന്മാരിൽ മഹാരഥി എന്ന് ബാക്കിയുള്ള മഹാഭാരതം ടെക്സ്റ്റ് എല്ലാം കൂടെ റെഫർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കിയ ആ ഒരു ക്ലാസിഫിക്കേഷനായിരുന്നു ആദ്യത്തെ രഥിയും മഹാരഥന്മാരും. സോ ഇവരൊക്കെയായിരുന്നു നിലവിൽ മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ പാണ്ഡവരുടെ പക്ഷം ചേർന്നും കൗരവരുടെ പക്ഷം ചേർന്നും നിന്ന് യുദ്ധം ചെയ്ത പ്രമുഖ അക്ഷൗഹിണി പടകൾ. ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ കൗരവരുടെ സൈഡിൽ ഹസ്തിനപുരം, അംഗദേശം, ഗാന്ധാരം, സിന്ധുരാജ്യം, മാതൃദേശം, കാംബോജം, ബാഹലീകന്റെ ദേശം, ത്രിഗർത്ത, അവന്തി, പ്രാഗ്ജ്യോതിഷം, യാദവ വംശത്തിലെ നാരായണി സേനയും അടങ്ങുന്ന 11 അക്ഷൗഹിണിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ പാണ്ഡവരുടെ പക്ഷത്തു നിന്ന് പോരാടിയത് പാഞ്ചാലം, മത്സ്യം, ചേതി, കാശി, കേകയ, മഗധ, മറ്റ് ചെറിയ നാട്ടുരാജ്യങ്ങളുമാണ്. ഇതൊക്കെയാണ് നിലവിൽ ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ കറക്റ്റ് അക്ഷൗഹിണികളെ പറ്റി പറയുന്നതും അക്ഷൗഹിണി ആരൊക്കെ തന്നെയായിരുന്നു, ഏതൊക്കെ സേനാനായകന്മാരായിരുന്നു, ഇന്ന അക്ഷൗഹിണിയിൽ എത്ര പേരുണ്ടായിരുന്നു, ഇന്ന അക്ഷൗഹിണിയിലെ മെയിൻ ആൾക്കാരൊക്കെയായിരുന്നു, ആരൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഓരോ അക്ഷൗഹിണിനെയും ഓരോ കൂട്ടർക്കും കൊടുത്തതെന്ന് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. ഇതിൽ പറഞ്ഞവയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾ കമൻറ്റ് രൂപേണ താഴെ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയേറെ നന്ദി. അതുകൂടാതെ തന്നെ നമ്മുടെ മഹാഭാരതം സീരീസിലെ ഓരോ ക്യാരക്ടറിനെ നമ്മൾ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പ്രകാരം അനലൈസ് ചെയ്ത് വീഡിയോ ഇടുന്നുണ്ട്. അതും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.